എല്ലാവർക്കും ഈ കഴിഞ്ഞ 3 ദിവസത്തെ ക്ലാസ്സുകൾ ബെനിഫിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ലൈവിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യിപ്പിച്ചായിരുന്നു. HSA മാത്തമാറ്റിക്സ് എക്സാമിനെ പറ്റി നിങ്ങൾ ചോദിച്ച ക്വറീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. സോ ഞങ്ങളുടെ അറിവിന്റെ മാക്സിമം അറിവുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട. സോ നമ്മൾ ആദ്യമേ തന്നെ ക്വറീസ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ HSAയുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് അതൊന്ന് ഡിസ്കസ് ചെയ്യും. ദെൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്ന് പറയും. ദെൻ ലാസ്റ്റ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് വെക്കാം. ഓക്കെ, ദെൻ ആദ്യമേ തന്നെ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള HSAയുടെ മാത്സിന്റെ ഡൗട്ട്സ് നമുക്ക് നോക്കാം. ആദ്യമേ ഇന്റഗ്രേഷനെ പറ്റിയായിരുന്നു ചോദിച്ചത് അല്ലേ? സോ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും തമ്മിലുള്ള ഇന്റഗ്രേഷനെ പറ്റി ചോദിച്ചവരോട് അങ്ങനെ ഒരു റിപ്പോർട്ട് നിലവിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇംപ്ലിമെന്റ് ആകാം, പക്ഷെ അത് അടുത്ത വർഷത്തേക്കൊന്നും ഇംപ്ലിമെന്റ് ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ അടുത്ത വർഷം തന്നെ അത് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. ഇന്റഗ്രേഷൻ വന്നേക്കാം. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് പല അപ്രൂവലിന്റെ ആവശ്യമുണ്ട് ഇനിയും. സോ ഇന്റഗ്രേഷന്റെ റിപ്പോർട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അടുത്ത വർഷത്തേക്ക് നമുക്ക് അത് വരും എന്ന് പറയാനായിട്ട് പറ്റില്ല. ദെൻ HSAയുടെ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നിലവില് നമ്മുടെ HSAയുടെ ക്വാളിഫിക്കേഷൻ, HSAയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോ ഡിസംബർ 31 2024 വന്നു കഴിഞ്ഞു. സോ നമുക്ക് ഇന്റഗ്രേഷൻ സംഭവിച്ചാൽ നമുക്ക് HSAയുടെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ചേഞ്ച് ആവുമെന്ന് പറയാം. കാരണം +2 കൂടി വന്നു കഴിഞ്ഞാൽ HSAയുടെ ക്വാളിഫിക്കേഷൻ ചേഞ്ച് വന്നേക്കാം. പക്ഷെ കറന്റ്ലി നമുക്ക് PG ഒന്നും ആവശ്യമില്ല. BSc മാത്തമാറ്റിക്സ് പ്ലസ് B.Ed പ്ലസ് KTET 3 ഉള്ളവർക്കും അതുപോലെ തന്നെ BSc മാത്സ് കൂടാണ്ട് BSc സ്റ്റാറ്റി പ്ലസ് B.Ed പ്ലസ് KTET 3 ഇത്രയുള്ളവർക്ക് നമുക്ക് HSAയുടെ എക്സാമിന് മാത്സ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നിലവിൽ ക്വാളിഫിക്കേഷൻ ചേഞ്ച് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന സമയത്ത് ഇന്റഗ്രേഷൻ ഒക്കെ നടന്നാൽ നമുക്ക് HSAയുടെ ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ചേഞ്ച് ആകാം. ദെൻ അതുപോലെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആയിരുന്നു. നമ്മുടെ സാധാരണ BSc എക്സാം പോലെ തന്നെ HSAക്കും 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുന്നത്. ഓരോ കറക്റ്റ് ആൻസറിനും ഓരോ മാർക്ക് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് 0.33 ആണ്. 3 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള സാധാ PSc എക്സാം പോലെ തന്നെയാണ് HSAയുടെ എക്സാമിന്റെ മാർക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോ ഏതെങ്കിലും ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചേക്കാം, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും, അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിനെല്ലാം ചാൻസ് വളരെ കുറവാണ്. നമുക്ക് കഴിഞ്ഞ എക്സാം 2016 2022 ഈ കഴിഞ്ഞ 2 HSA മാത്സിന്റെ എക്സാമുകൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വഴിയെ പറയാം. HSAയുടെ എക്സാമിന് ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം എന്നുള്ളത് ബേസിക് ക്വസ്റ്റ്യൻസ് മുതൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വരെയും നമ്മുടെ സിലബസിൽ നിന്നുകൊണ്ടുള്ള അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വരെയും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിരിക്കണമെന്നോ ഫുൾ അഡ്വാൻസ്ഡ് ആയിരിക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയും എവിടെ നിന്ന് വേണമെങ്കിലും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ കട്ട് ഓഫ് നമുക്കൊരു എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ എക്സാമിന്റെ കട്ട് ഓഫ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അത് ഓരോ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലെ വേക്കൻസികളെ ഡിപ്പെൻഡ് ചെയ്ത് ആപ്ലിക്കൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ആപ്ലിക്കൻസിന്റെ എണ്ണം ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് കട്ട് ഓഫ് മാറാം. സോ നമുക്ക് ഇപ്പൊ ഒരു പ്രഡിക്ഷനും കട്ട് ഓഫിനെ പറ്റി പറയാനായിട്ട് സാധിക്കില്ല. ദെൻ വേക്കൻസികളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് വെച്ചിട്ട് പല വേക്കൻസികളായിരിക്കും ഉണ്ടാവുന്നത്. സ്കൂളുകളുടെ എണ്ണം ഡിപ്പെൻഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലുള്ള റിട്ടയർമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്തേക്കാം, അതുപോലെ തന്നെ പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടോ. അപ്പൊ വേക്കൻസികൾ നമുക്ക് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര വേക്കൻസികൾ ഉണ്ടെന്നുള്ളതെല്ലാം മാറാം. ഓക്കെ, ദെൻ പിന്നീട് നമ്മുടെ HSAയുടെ എക്സാം HSA കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. പ്രൊമോഷൻസ് ഉണ്ടാകാം, എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രൊമോഷൻസ് ഉണ്ടാവുക. ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറച്ചായി കഴിയുമ്പോൾ ഹെഡ് മിസ്ട്രസ് പോസ്റ്റുകളിലേക്കൊക്കെ മാറാം.
ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി നമുക്ക് പ്രൊമോഷൻ കിട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് AEO അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ആയിട്ടും ദെൻ അത് കഴിഞ്ഞിട്ട് DEO ആയിട്ട് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ആയിട്ടും ഒക്കെ നമുക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, ഇപ്പൊ HSA കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ലെവലിൽ തന്നെ നിൽക്കേണ്ടി വരില്ല, നമുക്ക് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൊമോഷൻസ് എല്ലാം പോസിബിൾ ആണ്. ഓക്കെ, പിന്നീട് ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ നമ്പറുകളെ പറ്റിയും നമ്മുടെ നെഗറ്റീവ് മാർക്സിനെ പറ്റിയും പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും, ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ആകാനുള്ള ചാൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എന്നൊക്കെ പറയുന്നത് KS എക്സാമോ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമോ ഒക്കെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ആകാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മുടെ HSAയുടെ എക്സാം നിലവിൽ ഡിസ്ക്രിപ്റ്റീവ് ആകാനുള്ള ചാൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല, MCQ തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനിയുള്ള ക്വറീസ് പറയുന്നതിന് മുന്നേ ഞങ്ങളുടെ അക്കാഡമിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്താം. ടസ് അക്കാഡമി സെറ്റ് കേട്ടറ്റ് കോച്ചിങ്ങുകളിൽ നിന്നും ആരംഭിച്ചതാണ്. സെറ്റ് കേട്ടറ്റിനെല്ലാം നല്ല പെർസെന്റേജ് വിജയം കൈവരിച്ചുകൊണ്ടിരുന്ന ടസ് അക്കാഡമിയിൽ ഇന്ന് നിലവിൽ നമുക്ക് HSA ഉണ്ട്, സെറ്റ് ഉണ്ട്, കേട്ടറ്റ് ഉണ്ട്, CTET ഉണ്ട്, HSST, നെറ്റ്, VHSE, LP, UP, സയന്റിഫിക് ഓഫീസർ, അങ്ങനെയുള്ള പല കോഴ്സുകളും നമുക്കിന്ന് അവൈലബിൾ ആണ്. കഴിഞ്ഞ VHSE മാത്സിന്റെ എക്സാമിന് നമ്മുടെ അക്കാഡമിയിൽ നിന്നായിരുന്നു ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നത്. മാത്സിന്റെ മാത്രമല്ല നമുക്ക് വേറെ സബ്ജക്റ്റുകൾക്കും നല്ല ഉയർന്ന റാങ്ക് തന്നെ, ഫസ്റ്റ് റാങ്ക് തന്നെയും പല സബ്ജക്റ്റുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഉയർന്ന റാങ്കുകൾ തന്നെ വാങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വിശ്വസിച്ച് പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന സ്റ്റുഡൻസിന്റെ അവരുടെ പഠനത്തോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ തോന്നുന്ന ചെറിയ ഡൗട്ട്സോ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരാളോട് ഫ്രീ ടു ആസ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് ക്ലിയർ ആവും അല്ലെ. ഇപ്പൊ നമ്മളോട് ഏത് സമയം ഒരാൾക്ക് ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഞങ്ങളുടെ ടോസ് അക്കാഡമിയുടെ വിജയം തന്നെ അതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇത്രയും കോച്ചിങ്ങുകളാണ് നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ക്വറീസ് കണ്ടിന്യൂ ചെയ്യാം. വേക്കൻസികളുടെ നേച്ചറിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസ്ട്രിക്ട് വെച്ചിട്ട് വേക്കൻസികൾ മാറാം, അത് എങ്ങനെയായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ഓഫുകൾ മാറാം. ഓക്കെ, അപ്പോ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പഴയ റാങ്ക് അല്ലെങ്കിൽ പഴയ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഇന്ന ഡിസ്ട്രിക്റ്റില് ഒരുപാട് അഡ്വൈസ് നടന്നിട്ടുണ്ട്, ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്തവണ അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ അവിടെ കുറേയധികം വേക്കൻസികൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എറണാകുളം ജില്ലയിലുള്ള ഒരാള് മലപ്പുറം ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മലപ്പുറം ജില്ലയില് കട്ട് ഓഫ് വളരെയധികം കൂടിയേക്കാം. കാരണം ഇങ്ങനെ തന്നെ എല്ലാവരും വിചാരിക്കുമ്പോൾ അവിടുത്തെ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടും, സോ അവിടുത്തെ കട്ട് ഓഫ് വല്ലാതെ കൂടിയേക്കാം. അപ്പൊ ചിലപ്പോൾ എക്സാമിന് നമുക്ക് 40 മാർക്ക് വാങ്ങിച്ച ഒരാളായിരിക്കാം, അയാൾക്ക് എറണാകുളം ജില്ലയിൽ ചിലപ്പോൾ നമുക്ക് വല്ല 38 ആയിരിക്കും കട്ട് ഓഫ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും താഴെ ആയിരുന്നിരിക്കാം കട്ട് ഓഫ്. അയാൾക്ക് നല്ലൊരു റാങ്ക് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ മലപ്പുറത്തൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60 ആയേക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വേക്കൻസികളുടെ എണ്ണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപ്പോയിന്റ്മെന്റ്സിന്റെ എണ്ണോ ഒന്നും നോക്കിയിട്ട് നമുക്ക് അങ്ങനെ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ കട്ട് ഓഫ് കൂടാനൊക്കെയുള്ള ചാൻസ് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പ്രെഡിക്ഷൻ ഒന്നും അതിനകത്ത് നമുക്ക് പറ്റില്ല. ഓക്കെ, എത്രത്തോളം പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് PSCയുടെ എക്സാം വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇത്ര പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്ര മൊഡ്യൂൾസ് പഠിച്ചാൽ മതി എന്നോ ഈ മൊഡ്യൂൾസ് ആണ് ഇമ്പോർട്ടന്റ് എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഫുൾ സിലബസ് തന്നെ കവർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ ഫുൾ സിലബസ് നമ്മുടെ കൂടുതൽ ഗൈഡുകളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഗൈഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ ടെക്സ്റ്റുകൾ, നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റുകൾ, നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റുകൾ തന്നെ റെഫർ ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പൊ 2016 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവായിരുന്നെങ്കിൽ നമുക്ക് മാത്സിനും സ്റ്റാറ്റിക്കും കൂടി ടോട്ടൽ നമുക്ക് 8 മൊഡ്യൂൾസ് ആണുള്ളത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട്. മാത്സിന് 4 മൊഡ്യൂളുകളും സ്റ്റാറ്റിക്ക് 3 മൊഡ്യൂൾ. സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും.
മാത്സിന് 5ഉം സ്റ്റാറ്റിക്ക് 3ഉമായിട്ട് 8 മൊഡ്യൂളുകളാണ് ഉള്ളത്. നമുക്ക് ജനറൽ പാർട്ടില് 20 ക്വസ്റ്റ്യൻസാ വരിക. ആ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ബാക്കി 80 ക്വസ്റ്റ്യൻ മാത്സ് പ്ലസ് സ്റ്റാറ്റ് വരേണ്ടതാണ്. അപ്പൊ മൊത്തം 80 ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് സ്റ്റാറ്റ് വരേണ്ടത്. 2016 എക്സാമിന് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. 10 മാർക്ക് വീതമായിരുന്നു എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഉണ്ടായിരുന്നത്. സോ അത് ഇപ്പൊ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ പഠിക്കാത്തവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത എക്സാം ആയിട്ട് മാറും. പക്ഷെ 2022 8 ലാസ്റ്റ് നടന്ന എക്സാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 40 മാർക്ക് മാത്സിൽ നിന്നും 40 മാർക്ക് സ്റ്റാറ്റിയിൽ നിന്നും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവിടെ മൊഡ്യൂൾസ് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നൊക്കെ 4 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചില മൊഡ്യൂൾസിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോ 7, 8 അങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിനൊക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ കൂടുതൽ പഠിച്ചു, 10 മാർക്ക് വന്നേക്കുന്ന മൊഡ്യൂള് കൂടുതൽ പഠിച്ചില്ല എന്നുള്ളവർക്ക് അത് നഷ്ടമായി പോകും അല്ലെ. അതുപോലെ തന്നെ സ്റ്റാറ്റിയിൽ നിന്ന് 40 മാർക്കിന്റെ 50% രണ്ടിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുമായിരുന്നു. അപ്പൊ 3 മൊഡ്യൂളിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. അതുമല്ല സ്റ്റാറ്റിയുടെ ആദ്യത്തെ ലാസ്റ്റ് മൊഡ്യൂൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് അത്രയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. അപ്പൊ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ എല്ലാ മൊഡ്യൂൾസും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നും ഒഴിവാക്കാനായിട്ട് പാടില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ HSA മാത്സിന്റെ ലാസ്റ്റ് എക്സാം നടന്നതിന്റെ അഡ്വൈസ്, എത്രത്തോളം അപ്പോയിന്റ്മെന്റ്സ് നടന്നു എന്നുള്ളത് ചോദിച്ചായിരുന്നു. തിരുവനന്തപുരത്ത് 54 അപ്പോയിന്റ്മെന്റ്സ് ആണ് നടന്നിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് നടന്നത് ജൂലൈയിലാണ്, 2024 ജൂലൈയിലാണ്. കൊല്ലത്ത് 32 അപ്പോയിന്റ്മെന്റ്സ് നടന്നു. 2024 ജൂണിലാണ് ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത്. പത്തനംതിട്ടയിൽ 9, അതുപോലെ തന്നെ ആലപ്പുഴ 23, ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്ന ഡേറ്റ് ആണ് സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. കോട്ടയത്ത് 11, ഇടുക്കി 12, എറണാകുളം 25, തൃശ്ശൂർ 40, പാലക്കാട് 61, മലപ്പുറം 110, കോഴിക്കോട് 13, വയനാട് 12, കണ്ണൂർ 46, കാസർഗോഡ് 33. ആ ഒരു ലെവലിലാണ് നമുക്ക് നമ്മുടെ അഡ്വൈസ് സ്റ്റാറ്റസ് കിടക്കുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുള്ളത്, 110 ആണ്. ഏറ്റവും കുറവ് നടന്നിട്ടുള്ളത് പത്തനംതിട്ടയാണ്. അത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇത്തവണത്തെ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊന്നും നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്തത് ഇത് നിങ്ങൾ കോമൺ ആയിട്ട് ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ആണ്. ഇതിപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ജനറൽ ആയിട്ട് ചിലവർക്ക് ചോദിക്കാൻ വിട്ടുപോയതൊക്കെ ആയിരിക്കും, എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഡൗട്ട്സ് അല്ലെങ്കിൽ അതിന്റെ അറിവുകളായിരുന്നു. ഇനി ചോദിച്ചത് മിക്കവാറും എല്ലാവരും തന്നെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നെക്സ്റ്റ് എക്സാം എന്നാണെന്നുള്ളത് നമുക്കൊരു ഏകദേശം ഒരു ഊഹം എന്ന് പറയുന്നത് അടുത്ത ഓഗസ്റ്റോട് കൂടി തന്നെ നമുക്ക് അടുത്ത എക്സാം പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു, നമുക്ക് ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഫോർ സ്റ്റഡി എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് നമ്മളൊന്നും പറയുന്നില്ല, നമ്മൾ ഫുൾ സിലബസ് പഠിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, മാർക്സിനെ പറ്റി ചോദിച്ചു. മാർക്സിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, 20 ക്വസ്റ്റ്യൻസ് ഫ്രം ജനറൽ പാർട്ട് ആൻഡ് 80 ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ് പ്ലസ് സ്റ്റാറ്റി ആണ്. ജനറൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും എന്നുള്ളത് ഓർത്തോളൂ കേട്ടോ. സിലബസ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ്, സിലബസ് ചേഞ്ച് ആകുമോ എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് കൺഫർമേഷൻ വന്നാലാണ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു HSA എക്സാമിനെ സംബന്ധിച്ച് നമ്മളെ SCRT ഒരു 8 മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ വരെയുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ സിലബസിലുണ്ട്. സ്റ്റാറ്റി ആണെങ്കിലും അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന BSc മാത്സ് അല്ലെങ്കിൽ BSc സ്റ്റാറ്റി പഠിച്ചിരിക്കുന്നവർക്ക് ഫുള്ളായിട്ട് സിലബസ് ഫുൾ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ നമുക്കൊരു 6th സെം വരെയും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സിലബസിൽ ഇൻക്ലൂഡിങ് ആണ്. അപ്പൊ പിന്നെ അതിൽ നിന്ന് കൂടുതൽ ഒരു ചേഞ്ച് HSAയുടെ എക്സാമിന് വരിക എന്ന് പറയുന്നത് നമുക്ക് അത്ര അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൺഫർമേഷൻ വന്നാൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റുള്ളൂ.
6 മാസം കൊണ്ട് പോർഷൻസ് തീർക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അടുത്ത ഡൗട്ട്. നമുക്ക് ശരിക്കും 6 മാസം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്ങനെ പോയാലും നമുക്കൊരു 4 മാസം കൊണ്ടൊക്കെ പോർഷൻസ് തീർക്കാൻ പറ്റും. ഒരു മാസം ഒരു 2 മൊഡ്യൂൾ എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ എങ്ങനെ പോയാലും 4 മാസം കൊണ്ട് തീർക്കാൻ പറ്റും നമുക്ക്. ഇനി അതല്ല കൂടുതൽ ടൈമാണ് ഫ്രീ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി ടൈം വേണ്ടി വരില്ല നമുക്ക് പോർഷൻസ് തീർക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട്. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്, PG ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണോ എന്ന് ചോദിച്ചായിരുന്നു. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ എക്സാമിന് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇന്റർവ്യൂ ടൈമില് നമ്മളെ ചെയ്യാനിരിക്കുന്ന ഒരാള് ഏത് ലെവലിലുള്ള ആളാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് PG ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇന്റർവ്യൂ ടൈമിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, PG ലെവലിലോ കോളേജ് ലെവലിലോ ഒക്കെ അത്യാവശ്യം യൂണിവേഴ്സിറ്റി ലെവലിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് PG ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്റർവ്യൂ ടൈമിൽ ചോദിച്ചേക്കാം. അഡ്വാൻസ്ഡ് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, പക്ഷെ അത് നമ്മുടെ സിലബസിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഏത് ടോപ്പിക്സ് ആദ്യം പഠിക്കണമെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, മാത്സിലും സ്റ്റാറ്റിയിലും ഏത് ടോപ്പിക്സ് പഠിക്കണമെന്നാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഏറ്റവും ആദ്യം മാത്സും സ്റ്റാറ്റിയും തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ദെൻ അതിനാണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയായിരുന്നു ചോദിച്ച ഡൗട്ട്സ്. സോ ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ ചോദിച്ച ക്വറീസ് അതിന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നീട് റെഫറൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം അല്ലെ. സോ അത് നമുക്ക് അടുത്ത മിസ് ഡിസ്കസ് ചെയ്യും. അതൊന്ന് ഹലോ, കേക്കാം മിസ്. ഓക്കെ, പ്രസന്റ് ചെയ്യാട്ടോ സിലബസ്. സ്ക്രീൻ വിസിബിൾ അല്ലേ? വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ. എന്റെ പേര് മാധു, ടോസ് അക്കാഡമിയിലെ മാത്സ് ഫാക്കൽറ്റി ആണ്. അപ്പൊ നമുക്ക് HSC മാത്തമാറ്റിക്സിന്റെ സിലബസിലേക്ക് കിടക്കാം. ഓൾറെഡി രേഷ്മ മിസ് പറഞ്ഞു കഴിഞ്ഞു. മാത്സ് ഉണ്ട്, സ്റ്റാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജെപ്പർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കറന്റ്ലി നിലവിലുള്ള സിലബസ്. ഇതാണ് നമുക്ക് നമ്മുടെ സിലബസിനെ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 മൊഡ്യൂൾ 1 2 മൊഡ്യൂൾസ് ഉണ്ട്. മൊഡ്യൂൾ 1 റൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആണ്. ആൻഡ് മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ്. ആൻഡ് പാർട്ട് 2 വരുന്നത് മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇത്രയാണ് വരുന്നത്. ഈ പാർട്ട് 1 നിന്നും പാർട്ട് 2 നിന്നും ടോട്ടൽ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട് വരുന്നത്, പാർട്ട് 3. പാർട്ട് 3 നമ്മുടെ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും വരുന്നത്. ടോട്ടൽ 8 മൊഡ്യൂൾസ് ആണ് ഇതിലുള്ളത്. 8 മൊഡ്യൂൾസിൽ 5 എണ്ണം മാത്സും അതുപോലെ 3 എണ്ണം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ 8 മുതൽ നമ്മുടെ ഡിഗ്രി ഫൈനൽ ഇയർ വരെയുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിരിക്കുന്നത് എലമെന്ററി സെറ്റ് തിയറി, റിലേഷൻസ്, പാർഷ്യൽ ഓർഡർ, ഇക്വലൻസ് റിലേഷൻസ്, ഫംഗ്ഷൻസ്, ബൈജെക്ഷൻസ്, കോമ്പോസിഷൻ, ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. അതുപോലെ അടുത്തൊരു സെറ്റ് വരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൽ റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, then trigonometric functions, then geometry and solids. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂളിൽ വരുന്നത്, മൊഡ്യൂൾ 1 വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു +2 ലെവൽ ഈ എലമെന്ററി സെറ്റ് തിയറി ഒക്കെ നമ്മൾ പഠിക്കുന്നത് +1 +2 സെറ്റ് തിയറി പഠിക്കുന്നത്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, 8, 9, 10 ആ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ചും നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജോമെട്രിയും സോളിഡ്സും ഇതൊക്കെ നമ്മൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഇത് ആണ് ഏറ്റവും എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാണ് കേട്ടോ. ഒരു 8 മുതൽ +2 വരെയുള്ള ടോപ്പിക്സ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ മൊഡ്യൂള്
പഠിക്കുന്നതിനായിട്ട് റെഫർ ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണ്? 8, 9, 10 +1 +2 SCRT NCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അത് ഡിഗ്രിയിൽ വരുന്നതാണ്. പക്ഷെ അത് ജസ്റ്റ് ഒരു ഫോർമുല മാത്രമാണ് വരുന്നുള്ളൂ, ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. ദെൻ മൊഡ്യൂൾ 2ലേക്ക് കിടക്കുകയാണെങ്കിൽ 2 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. മൊഡ്യൂൾ 2 തിയറി ഓഫ് നമ്പേഴ്സും അതുപോലെ തന്നെ മെട്രീസസ് ആണ് വരുന്നത്, നമ്മുടെ ലീനിയർ ഓൾജിബ്രയിൽ വരുന്ന മെട്രീസസ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ മൊഡ്യൂളില് നമുക്ക് ഫസ്റ്റ് നമ്പർ തിയറി ഓഫ് നമ്പേഴ്സ്, അതിലെ ഡിവിസിബിലിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിവിഷൻ അൽഗോരിതം ഒക്കെ ഡിഗ്രി ലെവലിലാണ് പഠിക്കുന്നത്. GCD LCM അതെല്ലാം നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ്, കോൺഗ്രുവൻസ്, സൊല്യൂഷൻ ഓഫ് ലീനിയർ കോൺഗ്രുവൻസ്, ഫെർമാസ് തിയറം, അതൊക്കെ ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ രണ്ടും മിക്സ്ഡ് ആണ്. ഈ GCD LCM ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഉള്ള ടോപ്പിക്സ് എല്ലാം വരുന്നത് തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് മെട്രീസസ് വരുമ്പം അതില് +1 +2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെട്രീസസ് ഉണ്ട്, നെയിംഡ് മെട്രീസസ് ഉണ്ട് അല്ലെ. സിമെട്രിക് മെട്രിക്സ്, ക്യൂ സിമെട്രിക്, അതുപോലെ ഹെർമിഷ്യൻ, സ്ക്യൂ ഹെർമിഷ്യൻ, ഓർത്തോഗണൽ, നോർമൽ ഫോം, അങ്ങനെയുള്ള മെട്രിക്സുകളൊക്കെ. പിന്നെ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടർ, കെലി ഹാമിൽട്ടൺ തിയറം, ഇത്രയും കാര്യങ്ങളാണ് മെട്രിക്സിൽ വരുന്നത്. പക്ഷെ ഇവിടെ ഈ നെയിംഡ് മെട്രിക്സസ് ചില മെട്രിക്സുകളൊക്കെ നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ടാകും. ബാക്കി വരുന്ന ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ് ഒക്കെ നമുക്ക് ഡിഗ്രി ലെവൽ വരുന്ന ഫൈനൽ ഇയറിലൊക്കെ ആകുമ്പോഴത്തേനും വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. ഇനി മൊഡ്യൂൾ 3യിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മൊഡ്യൂൾ 3യിൽ കാൽക്കുലസ് ആണ് വരുന്നത്. കാൽക്കുലസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ലിമിറ്റിന്റെ കണ്ടിന്യൂറ്റിയുടെയും സ്റ്റാർട്ടിങ്, ഡിഫറൻഷ്യബിലിറ്റിയുടെ ഒക്കെ സ്റ്റാർട്ടിങ് നമുക്ക് +1 +2 ഉണ്ട്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ടൈലേഴ്സ് ആൻഡ് മക്ലോറിൻ സീരീസ്, എൽ ഹോസ്പിറ്റൽ റൂൾസ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, ഹോമോജീനിയസ് ഫംഗ്ഷൻ, ഓയിലേഴ്സ് ഫോർമുല, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ, അടുത്ത് വരുന്ന ഏരിയ. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ. കോണിക് സെക്ഷൻസ് +2 പഠിക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ ഇപ്പൊ എന്തായാലും FIUGP ഒക്കെ വന്നില്ല, അപ്പോഴത്തേന് സിലബസിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ വർഷം വരെയുള്ള ഡിഗ്രി ടോപ്പിക്സ് നോക്കുക. ഓക്കെ, ടോപ്പിക്സ് എല്ലാം സെയിം തന്നെയാണ്. ഞാൻ റെഫറൻസ് പറയുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ ഏതൊക്കെ റെഫർ ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ബൗണ്ടഡ് സെറ്റ്സ്, ഇൻഫിമം, സുപ്രീമം, ഓർഡർ കംപ്ലീറ്റ്നെസ്, നൈബർഹുഡ്, ഇന്റീരിയർ, ഓപ്പൺ സെറ്റ്സ്, ക്ലോസ്ഡ് സെറ്റ്സ്, ലിമിറ്റ് പോയിന്റ്സ്, ബോൾസാനോ-വെർസ്ട്രാസ് തിയറം, ക്ലോസ്ഡ് സെറ്റ്സ്, ഡെൻസ് സെറ്റ്, കൗണ്ടബിൾ സെറ്റ്, അൺകൗണ്ടബിൾ സെറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സീക്വൻസും സീരീസും വരുന്നുണ്ട്. സീക്വൻസും സീരീസിന്റെയും കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് അനാലിസിസ് കംപ്ലീറ്റ്ലി നമുക്ക് പഠിക്കാനില്ല, അതിലെ കോംപ്ലക്സ് നമ്പേഴ്സ്, പിന്നെ കുറച്ച് കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിന്റെ അനലിറ്റിസിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് അവിടെ പോകാനില്ല കേട്ടോ. അപ്പൊ ഇതും ഫുൾ ഇതെന്താണ് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക് ആയിട്ടാണ് നമ്മുടെ 4th മൊഡ്യൂൾ വരുന്നത്. ഇനി അടുത്ത 5th മൊഡ്യൂളിലേക്ക് കിടക്കാം. 5th മൊഡ്യൂളില് വെക്ടർ ഡിഫറൻസിയേഷൻ, വെക്ടർ ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സെക്കൻഡ് ഓർഡർ, അവിടെ വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ഹോമോജീനിയസ് കേസും നോൺ ഹോമോജീനിയസ് കേസും. അപ്പോൾ ഇതാണ് നമ്മുടെ 5th മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഇനി 6th മൊഡ്യൂളിലോട്ട് കിടക്കാം. 6th, 7th, 8th മൊഡ്യൂൾസ് എന്താണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മൊഡ്യൂൾ 6 ആദ്യം വരുന്നതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ റോ ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡേറ്റ വരുന്നുണ്ട്, ഫ്രീക്വൻസി ടേബിൾസ്, കോൺജുഗസി ടേബിൾസ് വരുന്നുണ്ട്, അതുപോലെ ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പെർസെന്റൈൽസ്, റിസൾട്ട്സ്, ക്വാർട്ടൈൽസ്, അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് +1 +2 കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. അപ്പൊ ഈ ടോപ്പിക് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ വരുന്ന ഈ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പൊ നമ്മൾ കോംപ്ലിമെന്ററി കോഴ്സ് ആയിട്ട് പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, മൊമെന്റ്സ്, സ്ക്യൂനെസ്, കർട്ടോസിസ്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്, അതുപോലെ തന്നെ പ്രോബബിലിറ്റി, ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, അഡീഷൻ തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബെയേഴ്സ് തിയറം. ഇത്രയാണ് മൊഡ്യൂൾ 6 വരുന്നത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 7ലേക്ക് കടക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 7 വരുന്നത് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതിൽ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻസ്, അതുപോലെ തന്നെ PDF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ട്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്, മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ്, യൂണിഫോം ബൈനോമിയൽ പോസോൺ, അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, കർവ് ഫിറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 7 വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൊഡ്യൂൾ 8 ആണ് വരുന്നത്. മൊഡ്യൂൾ 8 റാൻഡം സാമ്പിളിംഗ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ കുറച്ച് ടെസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 7 വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ചെറുതായിട്ടൊരു റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു 8 മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, NCERT ആൻഡ് SCERT ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇത് മെജോറിറ്റി SCERT ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് BSc മാത്തമാറ്റിക്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലെ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ് ഒക്കെ നമുക്ക് റെഫർ ചെയ്യാം, പക്ഷെ ഗൈഡ് മാത്രം വെച്ചിട്ട് നിങ്ങൾ പഠിക്കരുത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഷോം സീരീസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ മാത്സ് പോലുള്ള എക്സാം ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ പല തരത്തിലുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. ഇപ്പൊ നമുക്ക് ഈ PG എൻട്രൻസിന്റെ ഒക്കെ ടെസ്റ്റുകൾ നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. കാര്യം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഒന്നുകൂടി ഞാൻ റെഫർ ചെയ്യാൻ പറ്റിയത് പറയാം. ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. 8 മുതൽ +2 വരെയുള്ള NCERT ആൻഡ് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് മൊഡ്യൂൾ 1 റെഫർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് കേട്ടോ. ഇനി മൊഡ്യൂൾ 2ലേക്ക് കടക്കുമ്പോൾ മൊഡ്യൂൾ 2 നമ്പർ തിയറിയും മെട്രിസസും ആണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വെച്ചിട്ട് പറയാം. MG യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു 4th സെം BSc 4th സെം ആവുമ്പോൾ ഈ കോൺഗ്രുവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. BSc മാത്തമാറ്റിക്സിന്റെ 4th സെം ആവുമ്പോൾ കോൺഗ്രുവൻസും അതുപോലെ തന്നെ നമ്പർ തിയറി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോ അതിന്റെ ഇപ്പൊ നമുക്ക് പ്രോപ്പർ ടെക്സ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ഒരു ഗൈഡൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ബിജു മേനോന്റെയോ അല്ലെങ്കിൽ ബിജു മോന്റെയോ അല്ലെങ്കിൽ ജനാർദ്ദനൻ പിള്ളയുടെ ഒക്കെ അങ്ങനെയുള്ള ഓതേഴ്സിന്റെ കല്യാണി പബ്ലിക്കേഷന്റെ ഗൈഡുകൾ ഇറക്കിയിട്ടുണ്ട്. അത് പഠിക്കുന്ന നന്നായിരിക്കും. അത് കുറച്ചുകൂടി നമുക്ക് ടെക്സ്റ്റിലെ കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഗൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ടെക്സ്റ്റിലെ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി എന്താ പറയാ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ആ ഗൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മെട്രിക്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മെട്രിക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോ BSc ഫിസിക്സ് കെമിസ്ട്രി സ്റ്റുഡൻസിന്റെ കോംപ്ലിമെന്ററി ഉണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ മെട്രിക്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അവര് പഠിക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അവരുടെ ആ ഒരു അവർക്കും ഒരു ഗൈഡ് കല്യാണി പബ്ലിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. ആ ഗൈഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ടെക്സ്റ്റിലെ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, ടെക്സ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ് ആ ഗൈഡിൽ ഉള്ളത്. സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറെ അധികം എക്സസൈസും അതിന്റെ സൊല്യൂഷൻസും എല്ലാം ആ ടെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോസ്, ഡിറ്റർമിനന്റ്, സിംഗുലാരിറ്റി ഓഫ് മെട്രിസസ്, അതുപോലെ തന്നെ കുറച്ച് നെയിംഡ് മെട്രിസസ്, ഇതുപോലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ വെക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ഫസ്റ്റ് സെമ്മിലാണ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രിക്കാർ കോംപ്ലിമെന്ററി മാത്സ് പഠിക്കുന്നത്. നമുക്കിത് കൂടാതെ 6th സെമ്മില് ലീനിയർ ഓൾജിബ്ര പഠിക്കാനുണ്ട്. ലീനിയർ ഓൾജിബ്രയിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ് 6th സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിനകത്ത് വരുമ്പോൾ ഈ വെക്ടർ സ്പേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഈ ടോപ്പിക്കുകൾ ഉണ്ട്, പക്ഷെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കോംപ്ലിമെന്ററിയിലാണ് വരുന്നത് കേട്ടോ.
കൊടുത്തിട്ടുണ്ട്. പിന്നെ eigen വാല്യൂസ് ആൻഡ് eigen വെക്ടർ ലാസ്റ്റ് സംഭവം നമുക്ക് രണ്ടിലും പഠിക്കാനുണ്ട്, 6th സെമ്മിലും അതുപോലെ തന്നെ കോംപ്ലിമെന്ററിയുടെ ഫിസിക്സ് കെമിസ്ട്രിയുടെ കോംപ്ലിമെന്റ് MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, ഇനി കാൽക്കുലസ്. ഓക്കെ, തേർഡ് മൊഡ്യൂള് കാൽക്കുലസ്. കാൽക്കുലസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് +1 +2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എന്താണ്, കണ്ടിന്യൂറ്റി എന്താണ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബേസിക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ +1 +2 ടെക്സ്റ്റ് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സിക്സ്ത് അല്ല ഫിഫ്ത്തിലും സിക്സ്ത്തിലും റിയലും നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടുതലും ഫിഫ്ത്തിലാണ് ഈ പറയുന്ന ടോപ്പിക്കുകൾ വരുന്നത്. 5th സെമ്മിലെ കല്യാണി പബ്ലിക്കേഷന്റെ ആ ഗൈഡ് വാങ്ങുകയാണെങ്കിൽ നല്ല നല്ല ടെക്സ്റ്റ് ആണ് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കോണിക് സെക്ഷൻസ് നമുക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുണ്ട്. BSc മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമ്മിൽ കോണിക് സെക്ഷൻ പഠിക്കാനുണ്ട്. പക്ഷെ അത് കുറച്ച് വൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത്ര ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കോംപ്ലിമെന്ററി ഫിസിക്സ് കെമിസ്ട്രിയുടെ തേർഡ് സെമ്മില് റെഫർ ചെയ്യുക കേട്ടോ. തേർഡ് സെമ്മില് ഞാൻ പറഞ്ഞ കല്യാണി പബ്ലിക്കേഷന്റെ ഗൈഡ് റെഫർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് വരുമ്പോൾ മൊഡ്യൂൾ ഏതാണ്? മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4ലും ഈ പറഞ്ഞ രീതിക്ക് ഈ ഫസ്റ്റ് സംഭവം ബൗണ്ടഡ് സെറ്റും ഇൻഫിമോ സുപ്രീമോ ഒക്കെ നമുക്ക് 5th സെമ്മിലാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ സീക്വൻസും സീരീസും അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ നമുക്ക് 5th and 6th പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് 6th സെമ്മിലാണ് പഠിക്കാനുള്ളത്. അതിന്റെയും ആ കല്യാണി പബ്ലിക്കേഷന്റെ ടെക്സ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റുകൾ വേണമെങ്കിലും റെഫർ ചെയ്യാം കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് റെഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലീനിയറിന്റെയും റിയലിന്റെയും ഒക്കെ നമുക്ക് ഷോം സീരീസുകൾ അവൈലബിൾ ആണ്. അതിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മൊഡ്യൂൾ 5 വരുമ്പോൾ വെക്ടർ ഡിഫറൻസിയേഷൻ, വെക്ടർ ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ ഇതിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ 3 സംഭവങ്ങളില്ലേ, വെക്ടർ ഡിഫറൻസിയേഷൻ, വെക്ടർ ഇന്റഗ്രേഷൻ, അത് നമ്മുടെ BSc ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കോംപ്ലിമെന്ററി മാത്സില് തേർഡ് സെമ്മിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഈ പറഞ്ഞ കല്യാണി പബ്ലിക്കേഷന്റെ ജനാർദ്ദനൻ പിള്ളയുടെ ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാനായിട്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? 5th സെമ്മിൽ പഠിക്കുന്നുണ്ട്. 5th സെമ്മിലെ ടെക്സ്റ്റ് റെഫർ ചെയ്താൽ മതി ഈ പോർഷൻസിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ലാസ്റ്റ് 3 മൊഡ്യൂൾസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. BSc മാത്തമാറ്റിക്സ് എടുത്തവർക്ക് കോംപ്ലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അപ്പൊ ആ കോംപ്ലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സിൽ 4 സെമ്മിലെയും വരുന്ന കാര്യം നമുക്ക് കുറെ വൈഡായിട്ട് പഠിക്കാനുണ്ടെങ്കിലും അത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ സിലബസിൽ വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര വൈഡായിട്ട് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ച അത്ര വൈഡായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഈ 3 മൊഡ്യൂൾസും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ MG യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വെച്ചിട്ടാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ട്, LR പിള്ളൈ. ഓക്കെ, LR പിള്ളയുടെ ലളിത R പിള്ളൈ, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗൈഡ് പോലെ തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞനുസരിച്ചിട്ട് എല്ലാം സിംപ്ലിഫൈ ചെയ്ത ഗൈഡിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ആ ഗൈഡ് LR പിള്ളൈ, ലളിത R പിള്ളൈ, അതിന്റെ ടെക്സ്റ്റ് നമുക്ക് ഒരു ഇയറിൽ 2 സെമ്മാണല്ലോ വരുന്നത്. 2 ടെക്സ്റ്റ് ആണ് നമുക്കുള്ളത്. 2 സെമ്മുകൾ ഒരു ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനെ 2 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മുടെ സിലബസ് അറിയാലോ, ഇന്ന ടോപ്പിക് വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോ ഇതാണ് നമ്മുടെ സിലബസും പറഞ്ഞു തരാനുള്ള റെഫറൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോ സിലബസ് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞല്ലോ, പ്രോപ്പർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് തുടങ്ങുക. ഇപ്പോ സിലബസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ചില ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകളായിരിക്കും, ചിലത് അറിയാത്ത ടോപ്പിക് ഉണ്ടായിരിക്കും. അറിയാവുന്ന ടോപ്പിക്ക് പിന്നെ പഠിക്കാതിരിക്കരുത്, കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണം നിങ്ങളുടെ ടോപ്പിക്ക്. ഇപ്പൊ ഒരു ഡൗട്ടും നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകരുത്. ആ രീതിയിൽ ആ ടോപ്പിക്ക് നിങ്ങൾ തറോ ആക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ
ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു ടോപ്പിക് പഠിക്കാനായിട്ട്. തിരിച്ചും മറിച്ചും നമ്മുടെ മാത്സ് ആയതുകൊണ്ട് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും എനിക്കത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ എന്തായാലും ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണത് അല്ലെ. എന്നാലും എന്താ പറയാ, മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പഠിച്ചവരായിട്ടൊന്ന് കോമ്പറ്റ് ചെയ്താൽ മതി നമ്മൾ അല്ലെ. അല്ലാതെയുള്ള PSC എക്സാമുകൾക്ക് ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ നമുക്ക് ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ടൈം മാനേജ്മെന്റ് കൂടി കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാനായിട്ട്. ഇപ്പോൾ മുതൽ നമ്മൾ ആ ഒരു ടൈം മാനേജ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ, നമ്മുടെ എക്സാം ഒരു 1.25 മണിക്കൂറാണ്. അപ്പൊ ഇപ്പൊ മുതൽ ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ 1.5 മണിക്കൂർ, അതായത് 1.25 മണിക്കൂർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ എക്സാം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ എക്സാം നല്ല ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് സിലബസിനെയും അതുപോലെ തന്നെ റെഫറൻസ് ടെക്സ്റ്റുകളെ കുറിച്ചും പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഹലോ, നിങ്ങൾക്ക് ഇപ്പോ ഒരാൾ ഡൗട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള HSIയുടെ അപ്പോയിന്റ്മെന്റ്സ് കഴിയുന്ന ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് ആ ഡേറ്റ കിട്ടുന്നില്ല സൈറ്റിൽ നിന്ന്. അപ്പോൾ നിലവിൽ നമുക്ക് ഇന്ന് വരെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ, നമ്മുടെ ഒരു കൊറീസിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മലയാളം വേർഡ്സിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് മലയാളം മീഡിയത്തിലാണ് എക്സാം, പക്ഷേ അത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഈസി ആയിരിക്കും. മലയാളം വേർഡ്സ് ആണെങ്കിലും നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി, ഇപ്പൊ 2016 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിനെ മലയാളം വേർഡ് ആയിട്ടല്ല, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ഒരു പ്രത്യേകത. 2022 വന്നു കഴിഞ്ഞപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോ നമുക്ക് ഇപ്പൊ ഗണനീയം എന്ന് പറയുന്നത് ശരിക്കും കൗണ്ടബിൾ സെറ്റുകളാണ്. ഇപ്പോ ഗണനീയം എന്ന് പറയുന്ന മലയാളം വേർഡ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ബ്രാക്കറ്റിൽ അവര് ഇംഗ്ലീഷിന്റെ വേർഡ് എന്താണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കൗണ്ടബിൾ എന്നുള്ളത് കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്തവണ അങ്ങനെ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളം വേർഡ്സ് നമ്മൾ പരിചയപ്പെടണം. പക്ഷെ നമ്മൾ കുറച്ച് അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ മലയാളം വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. സോ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല മലയാളം വേർഡ്സിനെ പറ്റി. വേറെന്തോ ഒരു മെസ്സേജ്, കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏറ്റവും മാക്സിമം വൈകി തന്നെ നോക്കിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലോ. അപ്പൊ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വേണം. മാക്സിമം ന്യൂസ് പേപ്പറുകൾ കാര്യങ്ങളൊക്കെ നോക്കുക എന്നാ പറയാനുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ട്വന്റി മാർക്സ് ആണ് നമുക്ക് ഫുൾ ജനറൽ പാർട്ട് വരിക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതി GK പാർട്ട് ഫുൾ ആയിട്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടൈം അതിനുവേണ്ടി കൂടുതൽ നമ്മൾ മാറ്റി വെക്കരുത്. നമുക്ക് കൂടുതൽ മാത്സിനും സ്റ്റാറ്റിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ജനറൽ പാർട്ടിന് നിങ്ങൾ കൂടുതൽ ടൈം കൊടുക്കണ്ടെന്നാണ് കേട്ടോ. അതെ, കറണ്ട് അഫയേഴ്സ് ജനറൽ പാർട്ടിലാണ് ചോദിക്കുക കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡിംഗ് ആയിരിക്കും. 80 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 8 മൊഡ്യൂളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഈ 8 മൊഡ്യൂളിൽ നിന്നായിരിക്കും എന്തായാലും നിങ്ങൾക്ക് 80 ക്വസ്റ്റ്യൻസും വരിക. ബാക്കിയുള്ള ഇംഗ്ലീഷ്, ജനറൽ പാർട്ട്, കറണ്ട് അഫയേഴ്സ് എല്ലാ കാര്യങ്ങളും 20 ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡിംഗ് ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ആ 20 ക്വസ്റ്റ്യൻസ് മാത്രം.
ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇനി? ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് നിലവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫീ ഡീറ്റെയിൽസ് ആണോ ചോദിച്ചത്? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നിലവിലുള്ള ഫീസ് എന്ന് പറയുന്നത് 9,000 ആണ് കേട്ടോ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. 4,500 വീതം നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ വാങ്ങുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്നാണ്? നമ്മൾ ഓൾറെഡി നമ്മുടെ പല ബാച്ചുകളും റണ്ണിങ് ആണ്. ഇപ്പൊ നമ്മൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നത് പ്രമാണിച്ച് പുതിയൊരു ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡ്മിഷൻസ് എടുക്കുന്നു. Then any doubts? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പിനെ പറ്റിയും ഈ ഒരു ലൈവിനെ പറ്റിയും ആരെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? ഒന്ന് ഓഡിയോ ഓണാക്കി. ആരെയും പേരെടുത്ത് ചോദിക്കുന്നില്ല. ആരെങ്കിലും നമ്മുടെ ഈ കഴിഞ്ഞ 3 ദിവസത്തെ വർക്ക്ഷോപ്പും ഇന്നത്തെ ലൈവും നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു എന്നൊന്ന് അറിയാനാണ്. ആരെങ്കിലും ഒന്ന് പറയോ? ഒന്ന് ഓഡിയോ ഓണാക്കി പറയാമോ? ഹലോ മാം, ഞാൻ ഫാത്തിമത്ത്. ഞാൻ ടോസില് സെറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലിയർ ആയി, എനിക്ക് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ അതിനുശേഷം ഞാൻ HSA ഇതുവരെയും പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ വർക്ക്ഷോപ്പ് കണ്ടു, ഓക്കെ, എനിക്ക് ഇഷ്ടമായി. അപ്പോ ഇപ്പൊ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നപ്പോ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല കറക്റ്റായിട്ട് മനസ്സിലായി. സിലബസും പിന്നെ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസും എല്ലാം മനസ്സിലായി. പിന്നെ കോംപ്ലിമെന്ററി സബ്ജക്റ്റിന്റെ കല്യാണി പബ്ലിക്കേഷൻ അതൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെ പിള്ളേരുടെ അതറിയായിരുന്നു, മറ്റേത് ആനന്ദ് അതും അറിയില്ലായിരുന്നു. നന്നായിരുന്നു ഈ ഓറിയന്റേഷൻ. ഓക്കെ, ഓക്കെ. കല്യാണി പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റുകളാണ് നമ്മൾ ഗൈഡ്സ് ആയിട്ട് ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ ടെക്സ്റ്റുകളാണല്ലോ. അപ്പൊ ആ ടെക്സ്റ്റുകൾക്ക് നമ്മുടെ പോർഷൻസ് സെലക്ട് ചെയ്തിട്ട് കല്യാണി പബ്ലിക്കേഷൻ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഗൈഡ് പോലെ ടെക്സ്റ്റുകൾ ഇറക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് മനസ്സിലാക്കി അവൈലബിൾ ആണ് അത്. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കൂടുതൽ കോണ്ടാക്ട് ചെയ്തോളാം. കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. വേറെ ആരെങ്കിലും? ഫാത്തിമത്ത് ഓൾറെഡി നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും സെറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് അല്ലാതിരുന്ന ആരെങ്കിലും ഒരു അഭിപ്രായം പറയോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, മടിയായിരിക്കും.
ഹലോ, ഹലോ. ആ എൻ്റെ പേര് റോബിൻ. ഞാൻ വർക്ക്ഷോപ്പ് കണ്ടിരുന്നു. നല്ല ക്ലാസ്സസ് ആണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടിയും ഇതില് എനിക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഈ റെഫറൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു സെം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്ന അതൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു സൈഡിലേക്കൊക്കെ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അതൊക്കെ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് ആലോചിക്കുന്നത്. എന്തായാലും താങ്ക് യു ഫോർ ദ വർക്ക്ഷോപ്പ്. ഓക്കെ, താങ്ക് യു. സെം എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ +2 കഴിയുമ്പോൾ കുറച്ച് എൻട്രൻസ് എക്സാംസ് ഒക്കെ നമ്മൾ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് MCQ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് PG അഡ്മിഷൻ ഒക്കെ വേണ്ടിയിട്ട് കുറേയധികം എൻട്രൻസ് ഉണ്ടാവുമല്ലോ പല യൂണിവേഴ്സിറ്റികളിലും. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള MCQ ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനായിട്ട് താല്പര്യമുണ്ടോ? സോ ഇന്നോടുകൂടി 4 ദിവസം ടോസ് അക്കാഡമിയുടെ കൂടെ നിന്നു. എല്ലാവർക്കും വർക്ക്ഷോപ്പ് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എടുത്ത കൺസെപ്റ്റുകൾ നമുക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ എടുത്ത കൺസെപ്റ്റുകൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലൈവില് അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. അത്യാവശ്യം ഒരു BSc എക്സാമിനെ പറ്റി പോലും നമുക്ക് അത്യാവശ്യം അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ ഇത്രയും ദിവസം നടന്ന വർക്ക്ഷോപ്പുകളെ ബേസ് ചെയ്തിട്ടാണ് ഡെമോ എക്സാം നമ്മൾ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആപ്പിൽ നിങ്ങൾ എക്സാം ഫോൾഡറിൽ കയറി നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് എത്രത്തോളം അത് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. സോ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു കേട്ടോ. താങ്ക് യു.